ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർ ഒരു വാഹനം കയറ്റത്തൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് തുടക്കക്കാർക്ക് കയറ്റങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു ഡ്രൈവിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കയറ്റത്ത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വാഹനം കയറ്റത്ത് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു വെപ്രാളമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വണ്ടി നിരന്തരം ഓഫായി പോകും. ചിലപ്പോൾ പുറകിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുക്കാനായിട്ട് കഴിയാതെ വരും. ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് കയറ്റത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കൊരു വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തെ കൃത്യമായിട്ട് കയറ്റത്തെടുക്കാനായിട്ട് കഴിയത്തില്ല. സിറ്റുവേഷൻ സെയിം ആണെങ്കിലും ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ചില ട്രിക്കുകളുണ്ട്. കയറ്റത്തൊരു വാഹനത്തെ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നോട്ടെടുക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു കയറ്റത്ത് നിങ്ങളെ വണ്ടി എടുത്ത് കാണിച്ചു തരാം. പെട്ടെന്ന് നമ്മളുടെ വാഹനം കയറ്റത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു വാഹനം ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പ്രയോജനം ചെയ്താൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് വീഡിയോ ഉപകാരപ്പെടട്ടെ. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. പിന്നെ 1500 അധികം വീഡിയോകൾ, ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോകളും കയറി കാണുക. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും നമ്മുടെ വീഡിയോയിലുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ എൻ്റെ വാഹനം ഒരു കയറ്റത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കയറ്റത്ത് വണ്ടി നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും പെട്ടെന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. ഈ 3 പെഡലും കറക്റ്റ് ആയിട്ടുള്ള ബാലൻസിങ് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയണം. ഏതെങ്കിലും ഒരു പെഡലിലേക്ക് നമ്മളുടെ കാല് വരുന്നതിന് ലാഗ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും. വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഏക പ്രശ്നം എന്ന് പറയുന്നത്, ഈ 3 പെഡലുകളിൽ കാല് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലാഗ് വരാറുണ്ട്. അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ലാഗ്. ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലാഗും, കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ ഈ ലാഗ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു വാഹനം പെട്ടെന്ന് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരികയാണ്, ശ്രദ്ധിച്ച് കാണുക. ആദ്യം ഞാൻ ചെറിയൊരു കയറ്റത്തെടുത്ത് കാണിച്ചു തരാം. അതിനുശേഷം വലിയ നല്ലൊരു കയറ്റത്തും എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കയറ്റത്തിൻ്റെ അളവ് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചെറിയ കയറ്റത്ത് വണ്ടി പെട്ടെന്ന് എടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാഹനത്തിൽ AC ഇട്ടിട്ടുണ്ടെങ്കിൽ AC ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ചില വാഹനങ്ങളിൽ, എല്ലാ വണ്ടികളിലുമല്ല, ചില വാഹനങ്ങളിൽ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വലിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വണ്ടികളിൽ AC കൃത്യമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ക്ലച്ചിൽ എൻ്റെ കാലുണ്ട്. ഹാഫ് ക്ലച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. നോക്കുക, പെട്ടെന്ന് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് ഞാൻ പെട്ടെന്ന് റിലീസ് ചെയ്തു. അപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ കറക്റ്റായിട്ട് നീങ്ങി. ഇത് ഞാൻ പെട്ടെന്നാണ് എടുത്തത്, കണ്ടോ. ഇനി ഞാൻ വീണ്ടും നിങ്ങളെ ജസ്റ്റ് വീണ്ടും ഒന്ന് പെട്ടെന്ന് എടുത്ത് കാണിച്ചു തരാം. വണ്ടി നിർത്താൻ പോവാണ്. ആദ്യം ക്ലച്ച് ഔട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കുറഞ്ഞു. ഞാൻ വീണ്ടും ബ്രേക്ക് ഒന്ന് അയക്കുകയാണ്. നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ടോ, ബ്രേക്ക് റിലീസ് ചെയ്തപ്പോൾ. ഇപ്പോൾ ചെറിയ കയറ്റമാണ്. ഇനി ഞാൻ വീണ്ടും പെട്ടെന്ന് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെടുത്തു. വീണ്ടും വണ്ടി നിർത്തി. ഇത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ട്രിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഞാൻ കാല് ബാലൻസ് ചെയ്യുന്നത് വേഗത്തിലാണ്. ഇത് കണ്ടോ, ഇതേ വണ്ടി മുന്നോട്ടെടുക്കുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വീണ്ടും മുന്നോട്ടെടുക്കുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. ഇത് നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ബാലൻസിങ് എത്ര വേഗത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം മുന്നോട്ട് ഇതുപോലെ എടുക്കാനും പെട്ടെന്ന് നമുക്ക് നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും സ്പീഡിൽ ബാലൻസ് ചെയ്യണം. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഏക പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും. ഈ ലാഗാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് ഇങ്ങനെ വേഗത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നല്ലൊരു കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് ഇവിടെ നല്ലൊരു കയറ്റമുണ്ട്. ഞാനിവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ കയറ്റത്തിലേക്ക് എൻ്റെ വാഹനം കയറ്റാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഈ കയറ്റം കയറി. ഇപ്പോൾ അത്യാവശ്യം ഒരു ഇടുങ്ങിയ റോഡും കയറ്റവും നല്ല വലിയ കയറ്റം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ഏകദേശം കയറ്റത്തിൻ്റെ നടുവിൽ വന്ന് എൻ്റെ വണ്ടി നിർത്തി. ഇനി ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ എടുത്താൽ എൻ്റെ വണ്ടി പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം,
ബ്രേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചവിട്ടി പിടിക്കുക. വലത്തെ കാല് ഫ്രീ ആക്കി വെക്കണം. ഒരു കാരണവശാലും ഫ്ലോറിൻ്റെ എൻഡിൽ ഇവിടെ കൊണ്ട് കാല് മുട്ടിച്ച് വെക്കരുത്. ഇങ്ങനെ തന്നെ വെക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം. ഇതിനാദ്യം ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. അതിന് ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിൽ ഒരു വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. ഇതിപ്പോൾ ഞാൻ ഇടത്തെ കാല് വെച്ചൊന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചു. ഒരു 1, 2, 3, 4 ഒരു 4 സെക്കൻഡൊക്കെ ബാലൻസ് ചെയ്ത് പിടിച്ചോ, ഒരു പ്രശ്നമില്ല. 4 സെക്കൻഡ് കൂടുതലൊന്നും ബാലൻസ് ചെയ്യരുത്. എന്നിട്ട് നമ്മളിത് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ പെട്ടെന്ന് ക്യുക്കായിട്ട് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. പമ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് വാഹനം നമ്മൾ ചവിട്ടി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ ആ സൗണ്ട് വല്ലാതെ നിൽക്കും. ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇരച്ചായിരിക്കും എടുക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ ഇപ്പം നമ്മൾ ക്ലച്ച് വെച്ചേക്കുന്ന കാലുണ്ടല്ലോ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വെച്ചേക്കുന്ന കാല്, ആ പോയിന്റിൽ നിന്ന് ഒരു ഇത്തിരി അയക്കണം, ഒരു പൊടിക്ക് അയക്കണം. എന്നെങ്കിൽ മാത്രമേ ഹാഫ് ക്ലച്ചിൽ പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ വൈബ്രേഷൻ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത ഒരു ഇത്തിരി ക്ലച്ച് പതുക്കെ അയക്കുന്ന സമയത്തെ കറക്റ്റ് ക്ലച്ചിലോ ആക്സിലറേഷനോ ആയിട്ട് വണ്ടി നിൽക്കത്തുള്ളൂ. ഇപ്പം ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു, ഞാൻ പെട്ടെന്ന് ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല കയറ്റമാണ്. ഒരു ശകലം വണ്ടി ബാക്കിലേക്ക് റോളായി, കയറ്റത്തിന് അളവ് കൂടുതലായതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു, ക്ലച്ച് എന്ന് പതുക്കെ റിലീസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മുടെ വാഹനം ക്ലച്ചിലും ആക്സിലറേഷനും ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇതുപോലെ കയറി കിട്ടും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനും വാഹനം കയറ്റത്ത് നമ്മൾ താങ്ങി നിർത്തരുത്. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ക്ലച്ച് പെട്ടെന്ന് ബേണാകും. കൂടുതലായിട്ട് ഫ്യൂവല് കത്തിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു കയറ്റത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സെക്കൻഡ് കൊണ്ട് എടുക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ അത് കാണിച്ചു തന്ന സമയത്ത് ഇത്രയും ഒരു ലാഗ് വന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാനായിട്ടാണ് ആ ലാഗ് വന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കയറ്റത്ത് വീണ്ടും വണ്ടി ഇവിടെ വന്ന് നിർത്തി. എൻ്റെ വണ്ടി എനിക്ക് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുക്കണം. ഹാഫ് ക്ലച്ച് വരിക, ഇതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്തെടുക്കുക. ഈ ട്രിക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഒന്നും കൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കാണുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. ഇപ്പോൾ ഒരു ഹിൽ ഏരിയ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം പ്രോപ്പറായിട്ടുള്ള പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇവിടെ ബാലൻസ് ചെയ്തേക്കാണ്. ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്സിലറേഷൻ നമ്മളിവിടെ പമ്പ് ചെയ്ത് കൊടുത്തു. ആ സെയിം ടൈമിൽ തന്നെ ക്ലച്ച് ചെയ്യുന്ന ഒരു ഇത്തിരി റിലീസ് ചെയ്തു. ഇത്തിരി റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലുമാണ് നിൽക്കുന്നത്. ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നിൽക്കുകയാണ്. ഹാഫ് ക്ലച്ച് ഒരു ഇത്തിരി റിലീസ് ചെയ്തിട്ടുണ്ട്, ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്ത് നിർത്താൻ പാടില്ല. നിർത്തിയാൽ ക്ലച്ചിന് ബേണിംഗ് ആണ്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടാനായിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് എന്ന് കാലെടുത്തോണം, എടുത്ത് ഫ്ലോറിൽ വെച്ചോണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം പെട്ടെന്ന് കയറ്റത്തെ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. എന്തായാലും നിങ്ങൾ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹിൽ ഏരിയ ആണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. താഴോട്ട് ചെറിയ കുഴികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഡ്രൈവ് ചെയ്ത് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓരോ വീഡിയോകളും ഞാൻ ഇതുപോലെ വളരെ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിലാണ് വീഡിയോകൾ ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്കായിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.